എല്ലാവർക്കും റൂട്ട് സെറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് PAJ7620 ജസ്റ്റർ സെൻസർ ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് തൊടാതെ കമ്പ്യൂട്ടറിൻ്റെ പാർട്ടുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ കൺട്രോളറാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ PAJ7620 ജസ്റ്റർ സെൻസറിനെ കുറിച്ചും ഈ ഒരു സെൻസർ എങ്ങനെ ആർഡിനോയുമായിട്ട് കണക്ട് ചെയ്യാമെന്നും എങ്ങനെ ഹാൻഡ്സ് റീഡിംഗ് എടുക്കാമെന്നും കാണിച്ചു തന്നു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ പ്രോജക്റ്റ്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു PAJ7620 ജസ്റ്റർ സെൻസറും HID ഫംഗ്ഷനാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർഡിനോ ബോർഡുമാണ്. നിങ്ങൾ ഈ HID എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ HID? HID എന്ന് വെച്ചാൽ ഹ്യൂമൻ ഇൻ്റർഫേസ് ഡിവൈസ് എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനും കമ്പ്യൂട്ടറിനും ഇടയ്ക്ക് ഇൻ്റർഫേസ് ആയിട്ട് വരുന്ന ഡിവൈസുകളെയാണ് ഹ്യൂമൻ ഇൻ്റർഫേസ് ഡിവൈസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കീബോർഡ് അല്ലെങ്കിൽ മൗസ്. ഈ കീബോർഡും മൗസും വെച്ചിട്ടല്ലേ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹ്യൂമൻ ഇൻ്റർഫേസ് ഡിവൈസ് എന്ന് പറയുന്നത്. ഈ കീബോർഡും മൗസും മാത്രമല്ല കേട്ടോ, ഈ ഗ്രാഫിക് ടാബ്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിന് ഏതൊക്കെ ഡിവൈസസ് വഴി ഇൻപുട്ട് കൊടുക്കുന്നോ അതെല്ലാം ഹ്യൂമൻ ഇൻ്റർഫേസ് ഡിവൈസാണ്. നമ്മളൊരു USB കീബോർഡ് കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കീബോർഡിനകത്തുള്ള ചിപ്സെറ്റിൻ്റെ ഫേംവെയർ കമ്പ്യൂട്ടറിനോട് പറയും ഞാനൊരു HID ആയിട്ടുള്ളൊരു കീബോർഡാണെന്ന്. അതിനുശേഷം നമ്മൾ കീബോർഡിനകത്തുള്ള ഏതൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കോഡ് USB പോർട്ട് വഴി കീബോർഡ് കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഈ ഒരു കോഡിനെയാണ് നമ്മൾ കീ സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കീബോർഡിനകത്തുള്ള ഓരോ കീക്കും അതിൻ്റേതായ കീ സ്ട്രോക്ക് ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾക്കും റോബോട്ടിക്സിനൊക്കെ യൂസ് ചെയ്യുന്ന ചില ആർഡിനോ ബോർഡുകൾക്ക് HID ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഒരു ബോർഡിനെ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ബോർഡ് പറയും ഞാനൊരു കീബോർഡാണെന്ന്. എന്നിട്ട് നമ്മൾ നേരത്തെ കോഡ് ചെയ്ത് വെച്ച കീ സ്ട്രോക്കുകളെല്ലാം ഒരു സാധാരണ കീബോർഡിനെ പോലെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഈ ആർഡിനോയുടെ HID കേപ്പബിലിറ്റി വെച്ചിട്ട് നമുക്ക് ഒരുപാട് അടിപൊളി പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും. ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നതുപോലെ ഈ ആർഡിനോ HID വെച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാൻ പോലും പറ്റും. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ കൂടുതൽ പേർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ HID ഫംഗ്ഷനാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരുപാട് ആർഡിനോ ബോർഡുകളുണ്ട്. ആർഡിനോ ലിയനാർഡോ, പ്രോ മൈക്രോ, സീറോ, MKR1000 ഈ ബോർഡുകളെല്ലാം HID സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ സാധാ ആർഡിനോ യൂനോ ആണെങ്കിൽ പോലും ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ആർഡിനോ MKR1000 എന്ന് പറയുന്നൊരു ബോർഡാണ്. ഈ ഒരു PAJ7620 ജസ്റ്റർ സെൻസറിന് ഒരുപാട് ടൈപ്പ് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാൻഡ് മൂവ്മെൻറ്റ്സ് എടുത്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഓഡിയോ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റർ സെൻസർ വെച്ചിട്ട് ജസ്റ്റർ ഇൻപുട്ട് എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലെ മീഡിയയും പാട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ സ്ട്രോക്ക് അയച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി കണക്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സിമ്പിളാണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ I2C പിന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഉള്ളത് വീനും ഗ്രൗണ്ടും. ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം. കോഡിങ്ങിന് വേണ്ടിയിട്ട് IDE സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആർഡിനോയുടെ 2 ലൈബ്രറി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിലൊരെണ്ണമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നത്. ഓർമ്മയുണ്ടോ നമ്മൾ സീരിയൽ മോണിറ്ററിൽ ജസ്റ്റ് ഇൻപുട്ട് എടുത്ത്? ഇനിയുള്ളത് നിക്കോഹുഡ് HID ലൈബ്രറി. ഈ ലൈബ്രറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആർഡിനോ ബോർഡിൽ നിന്ന് കീ സ്ട്രോക്ക് കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ഈ ഒരു ലൈബ്രറിയുടെ ഡൗൺലോഡ് പേജിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ബോർഡുകളുടെയും ലിസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ 2 ലൈബ്രറി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആർഡിനോ IDE സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കോഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സെയിം കോഡ് തന്നെയാണ് അതിൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ. ഓരോ ജസ്റ്റർ റീഡിങ്ങും എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ സ്ട്രോക്ക് അയച്ചു കൊടുക്കുന്നു. ഈ കംപ്ലീറ്റ് കീ സ്ട്രോക്കിൻ്റെയും ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ചെയ്ത സെയിം ഫംഗ്ഷനാലിറ്റി ചെയ്യാനാണെങ്കിൽ ഇത് അതേപോലെ അങ്ങ് അപ്ലോഡ് ചെയ്താൽ മതി. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഓരോ ബോർഡിൻ്റെയും I2C പിന്ന് വേറെ വേറെയാണ്. ഇനി ജസ്റ്റ് ടൂൾസിൽ പോവുക, പോർട്ട് സെലക്ട് ചെയ്യുക, ബോർഡ് സെലക്ട് ചെയ്യുക, കമ്പൈൽ ചെയ്ത് അപ്ലോഡ് ചെയ്യുക.
ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ബോർഡ് കമ്പ്യൂട്ടറിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാം. എന്നിട്ട് വൃത്തിയായിട്ട് എവിടെയെങ്കിലും നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഡബിൾ സൈഡ് ടേപ്പ് തന്നെ ഉപയോഗിക്കാം. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഈ ബോർഡിനെ സ്പീക്കറിൻ്റെ ബാക്കിൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ സെൻസറിനെ മാത്രം എടുത്തിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊരാൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സെൻസർ മാത്രമേ കാണത്തുള്ളൂ. നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. ഇനി ആ ബോർഡൊന്ന് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് സ്പീക്കറിൻ്റെ ഫ്രണ്ടിൽ ഓരോ ജസ്റ്റർ ഒന്ന് കാണിച്ചു നോക്കിയേ. കൈ ജസ്റ്റർ സെൻസറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും പാട്ട് പ്ലേ ചെയ്ത് തുടങ്ങും. റൈറ്റിലോട്ടാക്കുമ്പോഴത്തേക്കും അടുത്ത പാട്ടിലേക്ക് പോകും. കണ്ടില്ലേ? ലെഫ്റ്റിലോട്ടാക്കുമ്പോഴത്തേക്കും പ്രീവിയസ് പാട്ടിലേക്ക് പോകും. ക്ലോക്ക് വൈസ് കറക്കുകയാണെങ്കിൽ വോളിയം കൂടും. ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുമ്പോഴത്തേക്കും വോളിയം കുറയും. ഡൗൺലോട്ടാക്കുമ്പോഴത്തേക്കും മ്യൂട്ടാവും. അടുത്ത എപ്പിസോഡ് നമ്മൾ ഇപ്പോൾ ഈ റോബോട്ട് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ മിസ്സാവാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മടിക്കണ്ട, കമൻ്റ് ഇട്ട് ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.